ഹയർ സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90+ മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. നമസ്കാരം, ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. 24 എല്ലാ പ്രേക്ഷകർക്കും 100 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ക്യാപ്റ്റൻ വിളിയിൽ ഇടത് നേതാക്കൾക്ക് ആശയക്കുഴപ്പം. വ്യക്തിപൂജാ വിവാദം. പിണറായി വിജയന് നേരെ തിരിച്ച് പി ജയരാജൻ. പാർട്ടിയാണ് ക്യാപ്റ്റൻ എന്ന ഒളിയമ്പ്. പാർട്ടിയും ഇടതുപക്ഷവുമാണ് ജനങ്ങളോടുള്ള ഉറപ്പെന്നും കുറിപ്പ്. ക്യാപ്റ്റൻ എന്ന അഭിസംബോധന കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്ന് കാനം രാജേന്ദ്രൻ. ആളുകളുടെ വിളികൾക്കപ്പുറം മറ്റൊരു വിശദീകരണം വേണ്ടെന്ന് പിണറായി വിജയൻ. ക്യാപ്റ്റൻ വിളിയിൽ തെറ്റില്ലെന്ന് എ വിജയരാഘവൻ. വോട്ടെടുപ്പ് ദിനം ചെക്ക് പോസ്റ്റുകളിൽ കർശന പരിശോധന. ഇടുക്കി തമിഴ്നാട് അതിർത്തി അടയ്ക്കും. അതിർത്തികൾ കേന്ദ്രസേനയുടെ നിരീക്ഷണത്തിലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇരട്ട വോട്ട് ആരോപണമുള്ള ബൂത്തുകളിൽ വീഡിയോ ചിത്രീകരണം പ്രായോഗികമാണോ എന്ന് കോടതി. പ്രത്യേക സിറ്റിംഗ് ചേർന്നത് ഷാനിമോൾ ഉസ്മാന്റെയും EM അഗസ്തിയുടെയും ഹർജികളിൽ. കസ്റ്റംസിന് നിയമസഭയുടെ നോട്ടീസ്. സ്പീക്കറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് സഭാ ചട്ടങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചു. നിയമസഭയ്ക്ക് നൽകിയ മറുപടി കസ്റ്റംസ് ചോർത്തി നൽകിയത് സഭയെ അവഹേളിക്കുന്നതെന്നും എത്തിക്സ് കമ്മിറ്റി. കേന്ദ്ര ഏജൻസികൾക്കെതിരായ അന്വേഷണത്തെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. ഇഡിക്കെതിരായ കേസിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സന്ദീപ് നായരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. ക്രൈംബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. എറണാകുളം CJM കോടതിയാണ് അനുമതി നൽകിയത്. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. വോട്ടെടുപ്പിന് ഇനി 2 നാൾ കൂടി. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. പ്രചാരണ രംഗം സജീവമാക്കി ദേശീയ നേതാക്കളും കേരളത്തിൽ. അദാനി ഗ്രൂപ്പുമായുള്ള വൈദ്യുതി കരാർ മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്ന വാദം തെറ്റെന്ന് രമേശ് ചെന്നിത്തല. കരാർ ഉറപ്പിച്ചത് മുഖ്യമന്ത്രി നേരിട്ടെന്ന് പ്രതിപക്ഷ നേതാവ്. അദാനിക്ക് ജനങ്ങളുടെ പോക്കറ്റടിക്കാൻ നേരിട്ട് അവസരം നൽകി. അദാനി കണ്ണൂരെത്തിയതിൽ അന്വേഷണം വേണമെന്ന് കെ സുധാകരൻ. കരാർ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുമായെന്ന് മുഖ്യമന്ത്രി. രമേശ് ചെന്നിത്തല നുണ പറയുന്നെന്ന് പിണറായി വിജയൻ. ശബരിമല വിഷയത്തിൽ കേന്ദ്രത്തിന് പരിമിതിയുണ്ടെന്ന് വി മുരളീധരൻ. വിഷയം സുപ്രീംകോടതിയുടെ പരിഗണനയിലെന്ന് മന്ത്രി. പ്രധാനമന്ത്രിയെ സംസ്ഥാന BJP നേതൃത്വം തെറ്റിദ്ധരിപ്പിച്ചെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. പ്രധാനമന്ത്രിയുടെ ശരണം വിളി കാപട്യമെന്ന് CPI. യുവതീ പ്രവേശനം വിലക്കുന്ന സത്യവാങ്മൂലം കോടതിയിൽ നൽകാൻ മുഖ്യമന്ത്രി തയ്യാറാണോ എന്ന് രമേശ് ചെന്നിത്തല. കോൺഗ്രസ് BJP നേതാക്കൾ കേരളത്തെക്കുറിച്ച് വ്യാജ ചിത്രം പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. പ്രളയകാലത്ത് കേന്ദ്രം കൈവിട്ടെന്നും തന്ന അരിക്ക് പോലും പണം വാങ്ങിയെന്നും പിണറായി വിജയൻ. കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി CPIM-നെ BJP കൂട്ടുപിടിച്ചെന്ന് രമേശ് ചെന്നിത്തല. നേമത്ത് കോൺഗ്രസും CPIM-ഉം തമ്മിൽ വോട്ട് കച്ചവടമെന്ന് കുമ്മനം രാജശേഖരൻ. നേമത്തെ BJP അക്കൗണ്ട് അവസാനിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിദ്ദിഖ് കാപ്പനെതിരെ തെളിവുകളുണ്ടെന്ന് UP പോലീസ്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കുറ്റപത്രം സമർപ്പിച്ചു. മാധ്യമപ്രവർത്തനം മറയാക്കുകയായിരുന്നു കാപ്പനെന്നും ദേശവിരുദ്ധ ശക്തികളുടെ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഹാത്രാസ് യാത്രയെന്നും കുറ്റപത്രത്തിൽ വിമർശനം. ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. കാണാം കേരള ബാറ്റിൽ. താനൂരിൽ വിജയം ആവർത്തിക്കുമെന്ന് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി V അബ്ദുറഹിമാൻ. UDF സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തെക്കുറിച്ച് അറിയില്ല. 60 വർഷത്തിലധികം മുസ്ലിം ലീഗ് ഭരിച്ച മണ്ഡലത്തിൽ ഒരു കുടിവെള്ള പദ്ധതി പോലും നടപ്പാക്കിയില്ലെന്നും V അബ്ദുറഹിമാൻ. LDF സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ താൽപര്യം സംരക്ഷിക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുമ്പോഴാണ് അമേരിക്കൻ കമ്പനിക്ക് കടൽ വിറ്റു എന്നറിഞ്ഞത്. പാവങ്ങൾക്ക് ഈ സാഹചര്യത്തെ നേരിടാനാവില്ലെന്നും രാഹുൽ ഗാന്ധി. സംസ്ഥാനത്ത് UDF തരംഗമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. 80-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരും. LDF-ലെ ആശയക്കുഴപ്പങ്ങൾ UDF-ന് അനുകൂലമാകുമെന്നും PK കുഞ്ഞാലിക്കുട്ടി. തൃത്താലയിൽ വിജയം ഉറപ്പെന്ന് NDA സ്ഥാനാർത്ഥി ശങ്കു ടി ദാസ്. വികസനത്തിനൊപ്പം വിശ്വാസ സംരക്ഷണവും തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാണെന്നും ശങ്കു ടി ദാസ്. വടക്കാഞ്ചേരിയിലെ LDF സ്ഥാനാർത്ഥിക്കെതിരെ ഗുരുതര ആരോപണവുമായി അനിൽ അക്കര. വടക്കാഞ്ചേരിയിൽ LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സന്തോഷ് ഈപ്പന്റെ പണം ഉപയോഗിച്ചെന്ന ആരോപണം. ലൈഫ് മിഷൻ അഴിമതിയിലെ പണമാണ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതെന്നും അനിൽ അക്കര. വടകര മണ്ഡലത്തിൽ തനിക്ക് UDF പൂർണ്ണ പിന്തുണ നൽകിയെന്ന KK രമ. വടകരയിൽ മുഖ്യ വിഷയം രാഷ്ട്രീയ കൊലപാതകവും അഴിമതിയുമാണെന്നും KK രമ 24-നോട് പറഞ്ഞു. ദേശീയ വാർത്തകൾ. രാജ്യവ്യാപക ലോക്ഡൌൺ ഉണ്ടാകുമെന്ന പ്രചാരണം തള്ളി കേന്ദ്ര സർക്കാർ. ലോക്ഡൌൺ സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്ന് കേന്ദ്രം. സംസ്ഥാനങ്ങൾ കോവിഡ് നിയന്ത്രണം കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശം. ഭാഗിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി 6 സംസ്ഥാനങ്ങൾ.
കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫറൂഖ് അബ്ദുള്ളയെ ആശുപത്രിയിലേക്ക് മാറ്റി ശ്രീനഗറിലെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ഫറൂഖ് അബ്ദുള്ളയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് മാർച്ച് 30-ന്. പുതുച്ചേരിയിൽ NDA സഖ്യം ഭരണത്തിലേറുമെന്ന മുൻ മുഖ്യമന്ത്രിയും NR കോൺഗ്രസ് അധ്യക്ഷനുമായ N. രംഗസ്വാമി ഭരണം ലഭിച്ചാൽ N. രംഗസ്വാമി മുഖ്യമന്ത്രിയാകുമെന്ന് സൂചന. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന്റേതാണെന്ന് BJP അധ്യക്ഷൻ സ്വാമിനാഥൻ. പശ്ചിമബംഗാളിൽ മമതാ ഭരണം പൂർണ്ണ പരാജയമായിരുന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ വ്യവസായ മേഖല വലിയ പ്രതിസന്ധി നേരിടുന്നു. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സർക്കാർ ഒന്നും ചെയ്തില്ലെന്നും വിമർശനം. മമതാ ഭരണത്തിലുള്ള അതൃപ്തി ജനങ്ങൾ പ്രകടിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ നക്സൽ ആക്രമണം. 8 DRG സുരക്ഷാ സൈനികർ കൊല്ലപ്പെട്ടു. സംയുക്ത സേനയുടെ നക്സൽ വിരുദ്ധ നടപടിക്കിടെയാണ് സംഭവം. 2 നക്സലുകളും കൊല്ലപ്പെട്ടു. കോവിഡ് ബാധിച്ച് ചികിത്സയിൽ തുടരുന്ന മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ ആരോഗ്യനില തൃപ്തികരം. തിങ്കളാഴ്ച ആശുപത്രി വിട്ടേക്കുമെന്ന് സൂചന. ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ആശുപത്രി അധികൃതർ. ഡൽഹി പശ്ചിം വിഹാറിലെ ഹുക്ക ബാറിൽ പോലീസ് റെയ്ഡ്. 6 സ്ത്രീകൾ ഉൾപ്പെടെ 20 പേരെ അറസ്റ്റ് ചെയ്തു. കോവിഡ് നിർദ്ദേശങ്ങൾ ലംഘിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ്. ഉത്തർപ്രദേശിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് തുടക്കം. 4 ഘട്ടങ്ങളായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചു BJP. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങി. 75 വയസ്സിന് മുകളിലുള്ളവർക്കും കിടപ്പ് രോഗികൾക്കും വൈകല്യമുള്ളവർക്കും വീടുകളിലെത്തി കോവിഡ് വാക്സിൻ നൽകണമെന്നാവശ്യപ്പെട്ട് പൊതുതാൽപര്യ ഹർജി. മുംബൈ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് അഭിഭാഷകരായ ധൃതി കപാടി, കുനാൽ തിവാരി എന്നിവർ. വാക്സിനേഷൻ കേന്ദ്രങ്ങളിലെത്താൻ സാധിക്കാത്തവർക്ക് വീടുകളിലെത്തി വാക്സിൻ നൽകാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്ന് ആവശ്യം. അസമിലെ തമോൽപൂർ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് നീട്ടിവെക്കണമെന്ന ആവശ്യം BPF തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. തെരഞ്ഞെടുപ്പിന് 5 ദിവസം മുൻപ് BPF സ്ഥാനാർത്ഥി രംജ ഖുൻഗുർ ബസുമത്രി BJPയിൽ ചേർന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ആവശ്യം. ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് പ്രചാരണത്തിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് 24 മണിക്കൂറിനായി കുറച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതാണ് തീരുമാനം. ഹിമന്തയെ 48 മണിക്കൂറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയിരുന്നത്. രാജ്യത്ത് കോവാക്സിൻ ബൂസ്റ്റർ ഡോസിന്റെ ക്ലിനിക്കൽ ട്രയലിന് അനുമതി. 2ാം ഡോസ് നൽകി 6 മാസത്തിനു ശേഷം ബൂസ്റ്റർ ഡോസ് നൽകുന്നത് രോഗപ്രതിരോധത്തിന് കൂടുതൽ ഫലപ്രദമായിരിക്കുമെന്ന് ഭാരത് ബയോടെക്. പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ മയക്കുമരുന്ന് സംഘം പിടിയിൽ. സംഘത്തിൽ നിന്ന് 8 കിലോ ഹെറോയിനും 20 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. സംഘത്തെ പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ. മമതാ ബാനർജിയുടെ പതനം ഉറപ്പാക്കുന്നതായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് BJP MP ലോക്കറ്റ് ചാറ്റർജി 24നോട്. പുരോഗതിയും വികസനവും മമത തടസ്സപ്പെടുത്തിയെന്നും ബംഗാളിൽ അഴിമതി വിരുദ്ധ ജനവികാരം ശക്തമെന്നും ലോക്കറ്റ് ചാറ്റർജി. അസമിൽ BJP സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിന്റെ സ്വത്വത്തെ അപമാനിക്കുന്നത് ജനങ്ങൾ പൊറുക്കില്ല. BJP സർക്കാർ പ്രവർത്തിക്കുന്നത് വിവേചനമില്ലാതെ. വോട്ട് ബാങ്കിനു വേണ്ടി ചിലർ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നെന്നും പ്രധാനമന്ത്രി. BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ബംഗാളിനെ ഭിന്നിപ്പിക്കാൻ BJP ശ്രമിക്കുന്നു. BJP അധികാരത്തിലെത്തിയാൽ ബംഗാളിന്റെ സാംസ്കാരിക മൂല്യങ്ങൾ ഇല്ലാതാവുമെന്നും മമതാ ബാനർജി. ഇന്ത്യ, ഫ്രാൻസ്, ഓസ്ട്രേലിയ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ ത്രിരാഷ്ട്രതല ചർച്ച ഈ മാസം 13-ന്. ഇൻഡോ പസഫിക് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി മാരിസ് സ്പെയിനും ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ വെസ് ലെ ഡ്രിയാനും 12-ന് ഇന്ത്യയിലെത്തും. വേൾഡ് സിറ്റി കൾച്ചറൽ ഫോറത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ലണ്ടൻ മേയർ സാദിഖ് ഖാന്റെ ക്ഷണം. സംസ്കാരത്തിന്റെ ഭാവി എന്നതാണ് ഈ വർഷത്തെ വേൾഡ് സിറ്റി കൾച്ചറൽ ഫോറത്തിന്റെ മുഖ്യ വിഷയം. 40 രാജ്യങ്ങളടങ്ങുന്ന ഫോറത്തിലേക്കാണ് ക്ഷണം. രാജസ്ഥാൻ ജോധ്പൂർ ദേശീയപാതയിൽ വാഹനാപകടം. 4 മരണം. അപകടം ട്രക്ക് കാറിലിടിച്ച്. മരിച്ചത് ഒരു കുടുംബത്തിലെ 4 പേർ. ഉത്തർപ്രദേശിൽ കൂട്ടബലാത്സംഗത്തിനിരയായ 15-കാരി ജീവനൊടുക്കി. 2 പേർ അറസ്റ്റിൽ. 4 പേരാണ് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതെന്ന് പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി വൃത്തങ്ങൾ. ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയെന്നും റിപ്പോർട്ട്. കർണാടകയിൽ കോവിഡ് ചട്ടങ്ങൾ ലംഘിച്ച മന്ത്രി BC പാട്ടീലിനും ഭാര്യയ്ക്കും വീട്ടിലെത്തി പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത ഡോക്ടർക്ക് സസ്പെൻഷൻ. കഴിഞ്ഞ മാസം 2-നാണ് സംഭവം. ഡോക്ടർക്കെതിരെ അന്വേഷണം.
കാലാവസ്ഥാ ഉച്ചകോടിയിലേക്കുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ ക്ഷണം സ്വീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓൺലൈനായി ഉച്ചകോടി നടക്കുക ഏപ്രിൽ 22, 23 തീയതികളിൽ. ആഗോള സംഗമത്തിൽ പങ്കെടുക്കുക 40 ലോക നേതാക്കൾ. അന്താരാഷ്ട്ര വാർത്തകൾ. കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് യാത്രാ നിയന്ത്രണങ്ങൾ പിൻവലിച്ച അമേരിക്ക. 2 വാക്സിൻ ഡോസുകളും പൂർത്തിയാക്കിയവർക്ക് രാജ്യത്തിനകത്ത് ക്വാറന്റൈൻ നിയന്ത്രണങ്ങളില്ലാതെ യാത്രകൾ നടത്താം. മാസ്ക് അടക്കമുള്ള കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പിന്തുടരണമെന്ന് US ആരോഗ്യ ഏജൻസി. അമേരിക്കയിലെ നോർത്ത് കാരോലിനയിൽ നൈറ്റ് പാർട്ടിക്കിടെ വെടിവയ്പ്. 3 പേർ കൊല്ലപ്പെട്ടു, 4 പേർക്ക് പരിക്ക്. പ്രതികളെ പിടികൂടിയതായി പോലീസ്. അമേരിക്കയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാതെ ഇറാൻ അടുത്തയാഴ്ചയിൽ വിയന്നയിൽ നടക്കാനിരുന്ന ആണവ കരാർ കൂടിക്കാഴ്ചയിൽ നിന്ന് പിന്മാറി. ആണവ കരാറിലെ മറ്റ് അംഗരാജ്യങ്ങളുമായി കൂടിക്കാഴ്ച നടത്താമെന്നും ഇറാൻ. ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹിദെ സുഗയെ ഔദ്യോഗിക വസതിയിലേക്ക് കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. വൈറ്റ് ഹൌസിലേക്ക് ക്ഷണം ലഭിക്കുന്ന ആദ്യ വിദേശ നേതാവാണ് യോഷിഹിഡെ സുഗെ. കോവിഡ് പശ്ചാത്തലത്തിൽ ബൈഡൻ ഇതുവരെ നടത്തിയിട്ടുള്ളത് വെർച്വൽ കൂടിക്കാഴ്ചകൾ മാത്രം. ഫ്രാൻസിൽ കോവിഡിനെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ കഴിയുന്നവരുടെ എണ്ണം 5254 5 മാസത്തിന്റെ ഇത്രയധികം ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇതാദ്യം. അടുത്തയാഴ്ചയോടെ ഫ്രാൻസിൽ 3ാം ഘട്ട ലോക്ഡൌൺ പ്രഖ്യാപിക്കും. 4 ആഴ്ചത്തേക്ക് സ്കൂളുകൾ ഉൾപ്പെടെ അടച്ചിടും. അസ്ട്രാസെനേക്കയുടെ വാക്സിൻ സ്വീകരിച്ച 7 പേർ രക്തം കട്ടപിടിച്ചു മരിച്ചതായി ബ്രിട്ടൻ. വാക്സിനേഷന് ശേഷം 30 പേരിൽ രക്തം കട്ടപിടിച്ചതായി റിപ്പോർട്ട്. അസ്ട്രാസെനേക്ക വാക്സിന് സുരക്ഷാ പ്രശ്നങ്ങളില്ലെന്ന് ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. കോവിഡ് വാക്സിൻ ഡോസുകൾ എത്തിക്കാൻ വിദേശ സഹായം തേടി വിയറ്റ്നാം, അമേരിക്ക, ജപ്പാൻ എന്നീ രാജ്യങ്ങളോടും യൂറോപ്യൻ യൂണിയനോടും സഹായം അഭ്യർത്ഥിച്ചു. 15 കോടി വാക്സിൻ ഡോസുകൾ എത്തിക്കണമെന്ന് ആവശ്യം. ചൈനയുടെ കോവിഡ് പ്രതിരോധ വാക്സിൻ ഡോസുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകി യുക്രൈൻ. നടപടി കോവിഡ് പ്രതിദിന കണക്കുകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ മാർച്ചിൽ ഇറക്കുമതി ചെയ്ത ചൈനീസ് സിനോവാക് വാക്സിനുകൾ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് തടഞ്ഞുവെക്കുകയായിരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കൊവാക്സ് പദ്ധതിയിലൂടെ ആദ്യ ബാച്ച് വാക്സിൻ നാളെ രാജ്യത്തെത്തുമെന്ന് തൈവാൻ ആരോഗ്യ മന്ത്രാലയം. ആദ്യ ബാച്ചിൽ തൈവാനിലെത്തുക 2 ലക്ഷം ഡോസ് വാക്സിൻ. ബ്രിട്ടനിൽ കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ചെറിയ ഇളവുകൾ പ്രഖ്യാപിക്കാനൊരുങ്ങിയ സർക്കാർ. വീട്ടിൽ പരിചരണത്തിലിരിക്കുന്ന പ്രായമായവരെ സന്ദർശിക്കാൻ ഈ മാസം അവസാനത്തോടെ 2 പേർക്ക് അനുമതി നൽകും. പ്രായമായവർക്ക് പേരക്കുട്ടികളെ സന്ദർശിക്കാൻ അവസരമൊരുക്കുകയാണ് ലക്ഷ്യം. തൈവാനിൽ ട്രെയിൻ അപകടത്തിൽ കൺസ്ട്രക്ഷൻ സൈറ്റ് മാനേജർക്കെതിരെ അറസ്റ്റ് വാറന്റ്. ഇന്നലെയുണ്ടായ അപകടത്തിൽ മരിച്ചത് 52 പേർ. തൈവാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ അപകടമാണിത്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പുതിയ നയം പ്രഖ്യാപിച്ച് ലോകബാങ്ക്. പ്രഖ്യാപനം നടന്നത് വെള്ളിയാഴ്ച. ബോർഡ് അംഗങ്ങൾക്ക് മുന്നിൽ നയത്തിന്റെ സുപ്രധാന ഭാഗങ്ങൾ അവതരിപ്പിച്ചതായി ലോകബാങ്ക് പ്രസിഡന്റ് ഡേവിഡ് മൽപാസ്. ശ്രീലങ്കയിൽ ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തി 12,000 സേനാംഗങ്ങളെ വിവിധ പള്ളികളിൽ വിന്യസിച്ചു. നടപടി ഈസ്റ്റർ ദിനത്തിനോടനുബന്ധിച്ച്. 2019 ഈസ്റ്റർ ദിനത്തിൽ രാജ്യത്തെ പള്ളികളിൽ ആക്രമണം നടന്നിരുന്നു. മ്യാൻമറിൽ സൈനിക അട്ടിമറിക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ 550 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. കൊല്ലപ്പെട്ടവരിൽ 46 കുട്ടികൾ. സൈനിക അട്ടിമറിക്കെതിരെ രാജ്യത്ത് പ്രക്ഷോഭം ആരംഭിച്ചത് ഫെബ്രുവരിയിൽ. ബംഗ്ലാദേശിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ച സർക്കാർ. നിയന്ത്രണം 7 ദിവസത്തേക്ക്. തീരുമാനം രാജ്യത്ത് കോവിഡ് കേസുകളിൽ വർധനവുണ്ടായ സാഹചര്യത്തിൽ. ഓസ്ട്രേലിയയിൽ അസ്ട്രാസെനേക്ക വാക്സിൻ കുത്തിവയ്പ് തുടരുമെന്ന് ആരോഗ്യ മന്ത്രാലയം. വാക്സിന് സുരക്ഷാ പ്രശ്നങ്ങളില്ല. രാജ്യത്ത് വാക്സിനേഷൻ പുനരാരംഭിക്കുന്നത് സുരക്ഷാ പരിശോധനകൾ പൂർത്തിയായതിനു ശേഷം. സൊമാലിയയിലെ 2 സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം. നിരവധി സൈനികർക്ക് പരിക്ക്. ആക്രമണത്തിന് പിന്നിൽ അൽ ഷബാബ് തീവ്രവാദ ഗ്രൂപ്പാണെന്ന് സൊമാലിയ. പടിഞ്ഞാറൻ ബാങ്കോക്കിൽ കെട്ടിടം തകർന്നു വീണ അപകടം. 2 രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. കൂടുതൽ പേർ കെട്ടിടത്തിനടിയിൽ കുടുങ്ങിയതായി സൂചന. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. സ്പോർട്സ് ന്യൂസ്. സ്പാനിഷ് ലാലിഗയിൽ ഇന്ന് റയൽ മാഡ്രിഡ് എയ്ബർ എഫ്സിയെ നേരിടും. പരിക്കേറ്റ സെർജിയോ റാമോസ് ഇന്ന് കളിക്കില്ല. മറ്റൊരു മത്സരത്തിൽ ഗ്രാനഡ വില്ലാറയലുമായി ഏറ്റുമുട്ടും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസിയെ അട്ടിമറിച്ച് വെസ്റ്റ് ബ്രോം. വിജയം 2-നെതിരെ 5 ഗോളുകൾക്ക്. മാത്യൂസ് പെരേരയ്ക്കും റോബിൻസണും ഇരട്ട ഗോൾ. ഇന്ത്യൻ ക്രിക്കറ്റ് താരം അക്സർ പട്ടേലിന് കോവിഡ്. താരം നിരീക്ഷണത്തിൽ. രോഗം സ്ഥിരീകരിച്ചത് IPL-ന് മുന്നോടിയായി നടത്തിയ പരിശോധനയിൽ. ദേശീയ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. ചണ്ഡീഗഡിലെ മൊഹാലിയിൽ ഏപ്രിൽ 10-നാണ് മത്സരം. വിവിധ ജില്ലകളിൽ നിന്നായി പങ്കെടുക്കുക 182 സ്കേറ്റിംഗ് താരങ്ങൾ.
നോക്കാം ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള 72 മണിക്കൂർ നിരീക്ഷണം ശക്തമാക്കുമെന്ന് കളക്ടർ. ജില്ലയിൽ ബൈക്ക് റാലികൾക്ക് നിരോധനം, ചെക്ക് പോസ്റ്റുകളിൽ കർശന പരിശോധന, വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പാരിതോഷിക വിതരണത്തിനും നിരോധനം. തിരുവനന്തപുരം ആര്യനാട് അനധികൃത വിദേശ മദ്യം പിടികൂടി. എക്സൈസ് സംഘം പിടികൂടിയത് വീട്ടിലും വാഹനത്തിലുമായി സൂക്ഷിച്ചിരുന്ന 75 ലിറ്റർ വിദേശ മദ്യം. കാട്ടാക്കട സ്വദേശി നിസാറുദ്ദീൻ പിടിയിൽ. കൊല്ലം ശാസ്താംകോട്ടയിൽ ബൈക്കിൽ യാത്രികനെ തടഞ്ഞു നിർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പ്രതികൾ കൂടി പിടിയിൽ. അറസ്റ്റിലായത് കുളത്തൂർ സ്വദേശി ആനന്ദ് ജയൻ, കല്ലട സ്വദേശി ജോബിൻ എന്നിവർ. കൊല്ലത്ത് അനധികൃതമായി സൂക്ഷിച്ച പടക്കശേഖരം കണ്ടെത്തി 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് ചാമക്കട സ്വദേശി സിയാദ്, ഷഹൻഷാ എന്നിവർ. പിടികൂടിയത് നാടൻ ബോംബിന് സമാനമായ പടക്കശേഖരം. കൊല്ലം പുനലൂർ തൂക്കുപാലത്തിന്റെ അടിവശത്ത് കല്ലടയാറ്റിൽ നിന്ന് അജ്ഞാത മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് 1 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 60 വയസ്സ് പ്രായം വരുന്ന ആളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കൊല്ലത്ത് ട്രെയിനിൽ കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് ചവറ സ്വദേശി മുനീർ. ആന്ധ്രയിൽ നിന്നെത്തിച്ച 9 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. ആറന്മുളയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. കഴുത്തിൽ ചതവുള്ളതിനാൽ വീണ ജോർജ് സ്കാനിംഗിന് ശേഷം നിരീക്ഷണത്തിൽ. അപകടം റിംഗ് റോഡിൽ സെയിന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ 81 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 75 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 79 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. അമ്പലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി എച്ച് സലാമിനെതിരെ കേസെടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം ലംഘിച്ച് ബൈക്ക് റാലി നടത്തിയതിനെ തുടർന്നാണ് നടപടി. ഇടത് യുവജന സംഘടനാ പ്രവർത്തകരാണ് ബൈക്ക് റാലി നടത്തിയത്. വോട്ടർമാർക്ക് നിർദ്ദേശവുമായി ചങ്ങനാശ്ശേരി അതിരൂപത. ന്യൂനപക്ഷ അവകാശങ്ങളും മതസ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നവരെ തെരഞ്ഞെടുക്കാൻ നിർദ്ദേശം. ക്രൈസ്തവ മനസാക്ഷിക്കനുസരിച്ച് വോട്ട് രേഖപ്പെടുത്തണം. ഏകാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും ശൈലിയാകരുതെന്നും ചങ്ങനാശ്ശേരി അതിരൂപത. ഇടുക്കി ജില്ലയിൽ 52 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 38 പേർ രോഗമുക്തി നേടി. ജില്ലയിൽ ഉറവിടം വ്യക്തമല്ലാത്ത 4 കേസുകൾ കൂടി സ്ഥിരീകരിച്ചു. എറണാകുളത്ത് തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്കായി വെർച്വൽ ബ്രീഫിംഗ് നടത്തി ജില്ലാ പോലീസ് മേധാവി. 3000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയും തെരഞ്ഞെടുത്ത 1520 സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരെയും തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിച്ചു. കൊച്ചി ലുലു മാളിൽ തോക്കുപേക്ഷിച്ചയാളെ തിരിച്ചറിഞ്ഞെന്ന സൂചന. CCTV ദൃശ്യങ്ങളിൽ കണ്ട വൃദ്ധനെ കണ്ടെത്താൻ ശ്രമം. ഒരു പിസ്റ്റളും വെടിയുണ്ടകളുമാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ട്രോളിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. കൂത്താട്ടുകുളത്ത് അനധികൃതമായി മദ്യം കൈവശം വെച്ച 2 പേർ പിടിയിൽ. പിടിയിലായത് കൂത്താട്ടുകുളം സ്വദേശികളായ സിജു, റിയാസ് എന്നിവർ. 42.5 ലിറ്റർ മദ്യം പിടിച്ചെടുത്തു. കോഴിക്കോട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബൈക്ക് റാലികൾക്ക് നിയന്ത്രണം. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് നിയന്ത്രണം. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് റൂറൽ SP A ശ്രീനിവാസ്. തൃശൂരിലെ മാധ്യമപ്രവർത്തകൻ ജിയോ സണ്ണി അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് വീട്ടിൽ തളർന്നു വീഴുകയായിരുന്നു. തൃശൂരിലെ TCVയിൽ സീനിയർ റിപ്പോർട്ടറായിരുന്നു. ACV കോർഡിനേറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്. തൃശൂർ മുല്ലശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് ദേശീയ പുരസ്കാരം. ഗുണനിലവാരം വിലയിരുത്തി നൽകിയത് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ NQAS അംഗീകാരം. സൗരോർജ്ജ വൈദ്യുതോൽപാദനം ആരംഭിച്ച് പാലക്കാട് ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങൾ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്, പാൽ തണുപ്പിക്കുന്നതടക്കമുള്ള ആവശ്യങ്ങൾക്കായി. മിച്ചമുള്ള വൈദ്യുതി KSEB നൽകും. മലപ്പുറം വണ്ടൂരിൽ നിന്ന് 20 ലിറ്റർ ചാരായവും 130 ലിറ്റർ വാഷും 2.5 ലിറ്റർ വിദേശ മദ്യവുമായ ഒരാൾ പിടിയിൽ. 10-ലധികം അബ്കാരി കേസുകളിൽ പ്രതിയായ കൂരാട് മണിയാണ് അറസ്റ്റിലായത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എക്സൈസും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ചീക്കോട് കുടിവെള്ള പദ്ധതിയിൽ നിന്ന് നാളെ ജലവിതരണം മുടങ്ങും. ചോർച്ച പരിഹരിക്കുന്നതിനായുള്ള പ്രവൃത്തി നടക്കുന്നതിനാലാണിത്. ഇന്നും നാളെയും റോഡിൽ ഗതാഗതവും താൽക്കാലികമായി തടസ്സപ്പെടുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ. മലപ്പുറം എളങ്കൂർ കുട്ടശ്ശേരിയിൽ സ്വകാര്യ വ്യക്തികളുടെ റബ്ബർ തോട്ടത്തിൽ തീപിടുത്തം. കുട്ടശ്ശേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അസൈനാർ എന്നിവരുടെ 1 ഏക്കറോളം വരുന്ന സ്ഥലത്തെ അടിക്കാടും റബ്ബർ മരങ്ങളുമാണ് കത്തിനശിച്ചത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. മഞ്ചേരി അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീയണച്ചു. കോഴിക്കോട് തെരഞ്ഞെടുപ്പ് ക്രമസമാധാന പാലനത്തിനായി ജില്ലയിൽ പോലീസ് സേന സജ്ജം. നിയോഗിച്ചത് 7234 ഉദ്യോഗസ്ഥരെ. ജില്ലയിൽ 852 കേന്ദ്രസേനാ ഉദ്യോഗസ്ഥരെയും 1562 സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരെയും ഡ്യൂട്ടിക്കായി നിയോഗിച്ചു. വയനാട് ജില്ലയിൽ ഇന്ന് 77 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 75 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 34 പേർ രോഗമുക്തി നേടി.
വയനാട് പൂതാടിയിൽ മത്സ്യക്കുളത്തിൽ സാമൂഹിക വിരുദ്ധർ വിഷം കലർത്തിയെന്ന് പരാതി. 50 ക്വിന്റലോളം മീൻ ചത്തുപൊങ്ങി. വിഷം കലക്കിയത് കായപ്ലാക്കൽ ഗംഗാധരന്റെ കുളത്തിൽ. UDFന്റെ ന്യായ് പദ്ധതി ഏറ്റവും അധികം ഗുണം ചെയ്യുക വയനാടിനെന്ന് മഹിളാ കോൺഗ്രസ് ദേശീയ ഉപാധ്യക്ഷ ഡോക്ടർ നാഗലക്ഷ്മി. ന്യായ് പദ്ധതിയിലൂടെ പ്രതിവർഷം കിട്ടുന്ന 72,000 രൂപ വലിയ ഉണർവ് പകരും. സർക്കാരിന്റെ കർഷക ദ്രോഹ നടപടികളിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുവെന്നും ഡോക്ടർ നാഗലക്ഷ്മി. വയനാട് മുത്തങ്ങയിൽ നടത്തിയ പരിശോധനയിൽ 6 കിലോ കഞ്ചാവ് പിടികൂടി. ഇലക്ഷൻ പരിശോധനാ വിഭാഗവും എക്സൈസ് വകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിയിലായത്. ബംഗളൂരു തിരുവനന്തപുരം സൂപ്പർ ഡീലക്സ് ബസ്സിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് പിടിച്ചെടുത്തത്. മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നിന്നും രേഖകളില്ലാത്ത പണം പിടികൂടി. പരിശോധന നടത്തിയത് ഇലക്ഷൻ ഡ്രൈവിന്റെ ഭാഗമായി. മൈസൂരിൽ നിന്നും കൽപ്പറ്റയ്ക്ക് വന്ന വാഹനത്തിൽ നിന്ന് പിടികൂടിയത് 4,64,000 രൂപ. സർവീസ് വയർ നന്നാക്കുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റ് KCB കരാർ ജീവനക്കാരൻ മരിച്ചു. മാടക്കര മണ്ടോക്കര രാജനാണ് മരിച്ചത്. ഷോക്കേറ്റ് തെറിച്ചു വീഴുകയായിരുന്നു. കണ്ണൂർ ജില്ലയിൽ 264 പേർക്ക് കോവിഡ് പോസിറ്റീവായി. സമ്പർക്കത്തിലൂടെ 229 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ 4 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ്. കാസർഗോഡ് ജില്ലയിൽ 131 പേർക്ക് കൂടി കോവിഡ് പോസിറ്റീവായി. ചികിത്സയിലുണ്ടായിരുന്ന 92 പേരുടെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ്. നിലവിൽ 1570 പേരാണ് ജില്ലയിൽ കോവിഡ് ചികിത്സയിൽ ഉള്ളത്. എന്റർടൈൻമെന്റ് ന്യൂസ്. രജിഷ വിജയൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സ്പോർട്സ് ചിത്രം ഖോഖോയുടെ ട്രെയിലർ പുറത്ത്. രാഹുൽ റിജി നായരാണ് ചിത്രത്തിന്റെ സംവിധാനം. ചിത്രം ഈ മാസം 14-ന് തിയേറ്ററുകളിലെത്തും. മാർട്ടിൻ പ്രക്കാട് സംവിധാനം ചെയ്യുന്ന നായാട്ട് എന്ന ചിത്രത്തിലെ ഗാനം പുറത്ത്. അൻവർ അലിയുടേതാണ് വരികൾ. ഫാക്ട് ചെക്ക്. ശൂന്യമായ പാടശേഖരത്തിലേക്ക് നോക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈവീശുന്നതായി വ്യാജ പ്രചാരണം. മങ്ങിയതും അവ്യക്തവുമായ വീഡിയോ ഉപയോഗിച്ചാണ് പ്രചാരണം. പശ്ചിമബംഗാളിലെ ജയനഗറിൽ ജനങ്ങൾക്ക് നേരെ കൈവീശി കാണിക്കുന്നതിന്റെ എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് തെറ്റായി പ്രചരിക്കുന്നത്. ഭാരത് ഫൈബറിനായി രജിസ്ട്രേഷൻ നൽകുമെന്ന് അവകാശപ്പെടുന്ന വെബ്സൈറ്റ് വ്യാജം. വെബ്സൈറ്റിലൂടെ പണം ആവശ്യപ്പെടുന്നുണ്ടെന്നും വ്യാജ അക്കൗണ്ടിലൂടെ വഞ്ചിതരാകരുതെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. പോളിംഗ് ഡ്യൂട്ടിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റ് തപാലിൽ ലഭിക്കില്ലെന്ന സന്ദേശം വ്യാജം. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ വോട്ടവകാശം പോസ്റ്റൽ ബാലറ്റ് വഴി വിനിയോഗിക്കാമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയത്. ഉത്തരാഖണ്ഡിൽ മാധ്യമപ്രവർത്തകരെ കോവിഡ് മുൻനിര പോരാളികളായി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് മാധ്യമപ്രവർത്തകർക്കായി വാക്സിനേഷൻ ഉടൻ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി തിരാജ് സിംഗ് റാവത്ത്. മഹാരാഷ്ട്രയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷം. 24 മണിക്കൂറുടെ 277 കോവിഡ് മരണം. 49,447 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 37,821 പേർ രോഗമുക്തരായതായി മഹാരാഷ്ട്ര സർക്കാർ. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ 9 നക്സലുകളെ കൂടി വധിച്ച് സുരക്ഷാസേന. നക്സലാക്രമണത്തിൽ 8 DRG സുരക്ഷാ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. അണ്ടർ-16 സോണൽ ക്രിക്കറ്റ് ടൂർണമെന്റ് താൽക്കാലികമായി നിർത്തിവെച്ച് കർണാടക. കോവിഡ് പശ്ചാത്തലത്തിലാണ് നാളെ അവസാനിക്കാനിരുന്ന ക്രിക്കറ്റ് ടൂർണമെന്റ് നിർത്തിവെച്ചത്. വാർത്ത പുറത്തുവിട്ടത് കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ. അസമിലെ കമൽപൂർ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി ദിഗന്ത കലിതയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത പോലീസ്. നടപടി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വധഭീഷണി മുഴക്കിയെന്ന പരാതി. 100 ന്യൂസിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.